നമ്മുടെ ആധാർ കാർഡിലൊക്കെയുള്ള പ്രായം ചിലപ്പോൾ 30-40 വയസ്സൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രായം ഇതിനകം തന്നെ ചിലപ്പോൾ ഒരു 60 വയസ്സൊക്കെ എത്തിയിട്ടുണ്ടാവും. പുറമേക്ക് യാതൊരുവിധ രോഗലക്ഷണങ്ങളും കാണിക്കാതെ തന്നെ ഉള്ളിൽ വളരെ സ്പീഡിൽ തന്നെ ഹൃദയത്തിന്റെ പ്രായം കൂടി ഹാർട്ടിന് പെട്ടെന്ന് അപകടം സംഭവിക്കുന്ന ഒരു അവസ്ഥ ദിവസം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ശരീരത്തിലെ രക്തധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുക, കോശങ്ങളിലെ മൈറ്റോകോൺട്രിയകൾ ക്ഷയിച്ചു പോവുക, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ബയോളജിക്കൽ ഏജ് അയാളുടെ യഥാർത്ഥ പ്രായത്തെ മറികടന്നു പോകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിന് അമിതമായിട്ട് പ്രായം കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ലളിതമായും കൃത്യമായും കണ്ടെത്താൻ സഹായിക്കുന്ന 3 ശാസ്ത്രീയ വഴികൾ ഇന്ന് നമുക്ക് നോക്കാം. സത്യത്തിൽ നിങ്ങളുടെ രക്തധമനികൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ടോ അത്രയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രായം. പ്രായം കൂടുക എന്നുള്ളത് കോശങ്ങളുടെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇന്നത്തെ തെറ്റായ ആഹാര രീതികളും വിട്ടുമാറാത്ത ടെൻഷനും എക്സർസൈസ് ചെയ്യാത്ത അവസ്ഥയും കാരണം നമ്മുടെ ഹൃദയത്തിന്റെ പ്രായം ശരീരത്തിന്റെ പ്രായത്തെക്കാൾ 10 മുതൽ 20 വർഷം വരെ മുന്നോട്ട് ഓടുകയാണ്. ഹൃദയത്തിന്റെ വാർദ്ധക്യം എന്നാൽ പേശികൾക്ക് വരുന്ന തളർച്ച മാത്രമല്ല കേട്ടോ, മറിച്ച് ഹൃദയമിടിപ്പിന്റെ താളം നിയന്ത്രിക്കുന്ന സിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തിന്റെ പ്രതികരണശേഷി കുറയുന്ന അവസ്ഥ കൂടിയാണ്. ഇത് കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് റിക്കവറി ടെസ്റ്റ് ആണ്. നമ്മളെല്ലാം കഠിനമായിട്ട് ആയാസപ്പെട്ട ശേഷം നിങ്ങളുടെ ഹൃദയമിടിപ്പ് എത്ര വേഗത്തിലാണ് സാധാരണ നിലയിലേക്ക് തിരികെ എത്തുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രായം അളക്കാനുള്ള ഏറ്റവും മികച്ചൊരു വഴിയാണ്. അത് മനസ്സിലാക്കാൻ 1 മിനിറ്റ് നേരം പരമാവധി വേഗത്തിൽ ഓടുകയോ സ്റ്റെപ്പ് കയറുകയോ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് നോക്കുക. അതിനുശേഷം കൃത്യമായി 1 മിനിറ്റ് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുക. 1 മിനിറ്റിന് ശേഷം നിങ്ങളുടെ ഹൃദയമിടിപ്പ് വീണ്ടും അളക്കുക. ഏറ്റവും നല്ല ആരോഗ്യം ഉള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ 1 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഹൃദയമിടിപ്പ് മിനിമം ഒരു 12 മുതൽ 20 വരെയോ അതിൽ കൂടുതലോ താഴേക്ക് കുറഞ്ഞിരിക്കണം. എന്നാൽ റെസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ടും ഹൃദയമിടിപ്പ് 12 പോയിന്റിൽ മാത്രം താഴെ കുറയുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് പ്രായമേറിയിട്ടുണ്ട്. രണ്ടാമത്തത് വെയ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ നോക്കുക എന്നുള്ളതാണ്. ശരീരഭാരം നോക്കുന്നതിനേക്കാൾ ഹൃദയാരോഗ്യത്തിന് പ്രധാനം നിങ്ങളുടെ വയറിന്റെ അളവാണ്. ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വയറിന്റെ അളവ് പൊക്കിളിന്റെ മുകളിലൂടെ അളക്കുക. നിങ്ങളുടെ ഉയരത്തിന്റെ പകുതിയിൽ താഴെ ആയിരിക്കണം വയറിന്റെ അളവ്. ഒരു ഉദാഹരണത്തിന് 170 സെന്റിമീറ്റർ ഉയരമുള്ള ഒരാളുടെ വയറിന്റെ അളവ് അതിന്റെ പകുതിയായ 85 സെന്റിമീറ്ററിൽ താഴെ ആയിരിക്കണം. വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന വിസറൽ ഫാറ്റ് വെറും ഒരു കൊഴുപ്പല്ല, ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത നീർക്കെട്ടുണ്ടാക്കുന്ന കെമിക്കലുകൾ നിരന്തരം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് രക്തധമനികളിൽ അടിഞ്ഞുകൂടി അതിന്റെ പ്രായം കൂട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ വയറിന്റെ അളവ് കൂടുന്തോറും നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രായം കൂടി വരുന്നു എന്ന് ഉറപ്പിക്കാം. മൂന്നാമത്തത് ഫങ്ഷണൽ സ്റ്റെയർ ടെസ്റ്റ് എന്ന് പറയും. സാധാരണ വേഗതയിൽ വലിയ ആയാസമൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു 60 സ്റ്റെപ്പുകൾ ഒറ്റയടിക്ക് കയറാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മാത്രമല്ല ഇത് കയറി തീർക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരുന്നു എന്ന് സമയം രേഖപ്പെടുത്തി വെക്കുക. 1 മിനിറ്റിന്റെ ഉള്ളിൽ നെഞ്ചുവേദനയോ കൂടിയ കിതപ്പോ ഇല്ലാതെ ഈ പടികൾ കയറി തീർക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ പമ്പിംഗ് ശേഷിയും രക്തയോട്ടവും വളരെ നല്ല നിലയിലാണ്. എന്നാൽ ഇത് ചെയ്യാനായിട്ട് 1 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കുകയോ പകുതിയാവുമ്പോഴേക്ക് നെഞ്ചിടിപ്പും കിതപ്പും കാരണം നിർത്തിവെക്കേണ്ടി വരികയോ ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ റിസർവ് കുറഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ ഹൃദ്രോഗമുള്ള വ്യക്തികളും നടക്കുമ്പോൾ നെഞ്ചുവേദനയ്ക്ക് അനുഭവപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഈ ടെസ്റ്റുകൾ നിങ്ങൾ സ്വയം ചെയ്യാൻ പാടില്ല.